അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ നടി ശ്വേതാ മേനോനെ പിന്തുണച്ച് താരസംഘടനയായ AMMയിലെ അംഗങ്ങൾ. ശ്വേതാ മേനോനെതിരായ പരാതി ആസൂത്രിതമെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനുമെതിരെ ബാബുരാജ് അനുകൂല വിഭാഗം നിർഹാലോചനയെന്നാണ് ആക്ഷേപം. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് പറഞ്ഞവരെ ആരോപണ വിധേയരാക്കാനാണ് ശ്രമമെന്ന് നടി മാലാ പാർവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വ്യക്തി താൽപര്യങ്ങൾക്ക് അനുസരിച്ചല്ല, സിനിമയുടെ തിരക്കഥയ്ക്കനുസരിച്ചാണ് ഓരോരുത്തരും അഭിനയിക്കുന്നതെന്ന് നടൻ ദേവൻ പ്രതികരിച്ചു. അഭിനേതാക്കൾക്കെതിരെ വരുന്ന കുബുദ്ധിപരമായ എല്ലാ പ്രവർത്തനങ്ങളെയും എതിർത്തു തോൽപ്പിക്കണമെന്ന് നടൻ രവീന്ദ്രനും പറഞ്ഞു. ഞാനിത് ആദ്യം തൊട്ടേ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇത് ഇലക്ഷൻ്റെ തന്ത്രങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വലിയ ആരോപണങ്ങൾ സരിതാ നായരൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ബാബുരാജിന് ഈ ആരോപണത്തിൽ നിന്നും ഈ ഇലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കേണ്ടത് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിലും യൂട്യൂബറും നടത്തിയിരുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. അത് 2-3 സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ജനറൽ ബോഡി. അപ്പോൾ അമ്മ ഇങ്ങനെ വളരരുത്, അമ്മ തകരണം എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതോ ഒരു വളരെ ബലഹീനമായ ശക്തിയാണത്. ചേര കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ. അപ്പോൾ അതിന് വെച്ചാൽ ഈ ഇലക്ഷൻ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. അത് ശരിയല്ല, അത് നടക്കില്ല. കാരണം ഈ കാര്യത്തിൽ അമ്മ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകയ്ക്ക് നേരിട്ട ഈ ദുരനുഭവത്തിനോട് പ്രതിഷേധം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ നിക്ഷിപ്തമാണ്. അപ്പോൾ അതിനെ ഒരു കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ച് കരിവേരി തേക്കാൻ പോവുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാം. അതേസമയം ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. താരത്തിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച CJM കോടതി നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. എറണാകുളം CJM കോടതിയോട് റിപ്പോർട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ലേബി സജീന്ദ്രനും ശ്യാം ദേവരാജും നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് ആദ്യം ലേബി സജീന്ദ്രൻ തുടങ്ങാം. ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ. ഒരു സ്ത്രീ പ്രസിഡന്റായി മത്സരിക്കാൻ വരുന്നു, മറ്റൊരു സ്ത്രീ സെക്രട്ടറിയായി മത്സരിക്കാൻ വരുന്നു. അപ്പോൾ ഇതൊക്കെ കുറെ കാലമായി പുരുഷന്മാർ മാത്രം മത്സരിച്ചിരുന്ന അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന സ്ഥാനങ്ങളായിരുന്നല്ലോ താരസംഘടനയെ സംബന്ധിച്ചിടത്തോളം. അതാണോ ഈ വലിയ ഒരു അസ്വസ്ഥത ചിലർക്ക് മാത്രം, എല്ലാവർക്കുമല്ല ചിലർക്ക് മാത്രം ഉണ്ടാകാൻ കാരണം? ഇപ്പോൾ ആ അസ്വസ്ഥത മാറി ശ്വേതയ്ക്ക് പിന്തുണ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ? ഗുഡ് ഈവനിങ് സുജയ. തീർച്ചയായും 94-ൽ AMMA രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ പുരുഷ മേധാവിത്വം തന്നെയായിരുന്നു ഇതിൽ. അതിന് ഒരു മാറ്റമുണ്ടായി എന്നുള്ള പോസിറ്റീവ് എലമെന്റ് ഇവിടെ നിലനിൽക്കുമ്പോഴും ഇതിൻ്റെ കെട്ടുറപ്പിനെ വല്ലാതെ ബാധിക്കുന്നു എന്നുള്ള നെഗറ്റീവ് വശവും ഇതിലുണ്ട്. 94-ൽ വന്നതിന് ശേഷം അത് MG സോമൻ വരുന്നു, പിന്നീട് മധുസാർ വരുന്നു. ആ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലൊക്കെ സെക്രട്ടറിമാരായി മമ്മൂട്ടി മോഹൻലാലും ഇരിക്കുന്നു. പിന്നീട് സുദീർഘമായി അതിൻ്റെ ചുമതല അധ്യക്ഷ സ്ഥാനം ഇന്നസെന്റ് വഹിക്കുന്നു. അപ്പോഴും മമ്മൂട്ടി മോഹൻലാലും കൂടെ ജനറൽ സെക്രട്ടറിമാരായി മാറിയുണ്ട്. പിന്നീട് ഇങ്ങോട്ട് 6 വർഷം മോഹൻലാൽ പ്രസിഡന്റായി തന്നെയുള്ള ഒരു കൈത്തഴക്കവുമായാണ് കഴിഞ്ഞ 2024 ജൂണിൽ അദ്ദേഹത്തിൻ്റെ പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നത്. നിർഭാഗ്യവശാൽ ഹേമ കമ്മിറ്റി ആരോപണം വന്നതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാമല്ലോ സുജയ. എന്നാലും സുജയെ ചോദിച്ചുകൊണ്ട് ഞാനത് വ്യക്തമാക്കിയതാണ്. ഇത്തരത്തിൽ കെട്ടുറപ്പോടുകൂടി പോകുന്ന ഒരു ഭരണ സംവിധാനം എന്നൊരു പ്രത്യേകത അതിനുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു ഹൈറാർക്കിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആർക്കും മത്സരിക്കാമെന്നുള്ള ഒരു ജനാധിപത്യപരമായ പ്രക്രിയയിലേക്ക് അത് പോകുന്നു എന്നുള്ള പോസിറ്റീവായ ഒരു എലമെന്റ് നമ്മൾക്ക് ആദ്യമൊക്കെ ഫീൽ ചെയ്തതാണ്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള അനുഭവമാണ് പിന്നീട് ഇങ്ങോട്ട് വന്നത്. പരസ്പരം ചെളിവാരി എറിയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഇതുവരെയുള്ള. ഇനി 15-നാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുക. ഈ സമയം വരെ നോമിനേഷൻ കൊടുക്കുന്ന തീയതി വരെ, നോമിനേഷൻ കൊടുത്തതിന് ശേഷം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു.